അസ്സലാമു അലൈക്കും. എടാ ചെറുക്ക, ഈ കല്യാണം വിളിക്കാൻ വന്നതല്ലേ? വിളിച്ചു കഴിഞ്ഞാലേ ഈ എൻ്റെ പാട് പോയി നോക്ക്. എൻ്റെ കുടുംബത്തുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനേ ഇവിടെ ഞാനുണ്ട്. അവൻ ആദിലിന് നേരെ ചൊടിച്ചു. ആ വാക്കുകളിൽ അടക്കി പിടിച്ച പരിഭ്രമവും കള്ളത്തരവും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ആദിൽ. നിങ്ങളങ്ങോട്ട് മാറിയിൽക്കേ. ഞാൻ സംസാരിക്കുന്നതേ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോടാണെന്നുള്ള ബോധം എനിക്കുണ്ട്. സുറുമി, നീ പറ, എന്തിനാണ് നീ കരയുന്നത്? ആദിൽ വീണ്ടും ചോദിച്ചു. ആദിൽ നല്ലവനാണെന്നുള്ള കാര്യം ഒറ്റ പകല് കൊണ്ട് സുറുമി മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. ഇക്കാര്യം അവനോട് പറഞ്ഞാൽ മാഹിക്ക് എന്തായാലും അവൻ ഇത് അറിയിക്കുക തന്നെ ചെയ്യും. ഇതറിയുമ്പോൾ ആ മനുഷ്യൻ തകർന്നു പോയില്ലേ? പക്ഷേ ഇനിയും പറയാതെ എത്ര നാളിവിടെ കഴിഞ്ഞുകൂടും? താൻ ഭയപ്പെട്ടാൽ ആ ബലത്തിൽ ഇയാളുടെ ഉപദ്രവം കൂടുകയുള്ളൂ. സുറുമിയുടെ തല പുകഞ്ഞു. ആ ആ ഇത് കൊള്ളാലോ ഏർപ്പാട്. ഇവള് ക്ഷേമം അന്വേഷിക്കാൻ ഇവളെ ഭർത്താവ് നിയമിച്ചതാവുമല്ലേ ഈ ആത്മസുഹൃത്തിനെ? എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. സക്കീർ പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചു. പെട്ടുപോകുമെന്ന് ഭയപ്പെടുമ്പോഴും പിടിച്ചു നിൽക്കാനുള്ള വെപ്രാളമാണ് അയാളിൽ. ഞാൻ നിന്നോട് മാന്യമായ രീതിയിൽ പറഞ്ഞു ഇവിടെ നിന്ന് പോവാൻ. ഇറങ്ങടാ എൻ്റെ മുറ്റത്ത് നിന്നും. ആദിലിനെ നെഞ്ചിൽ പിടിച്ചു തള്ളി അവസാനത്തെ അടവെടുത്തു സക്കീർ. താനിങ്ങനെ ചൂടാവാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല മനുഷ്യ. ആ പെണ്ണിൻ്റെ മുഖത്തെ കൈ പതിഞ്ഞ പാട് കണ്ടപ്പോൾ കാര്യം തിരിക്കെയെന്ന് മാത്രം. ഞാനൊരു മനുഷ്യനല്ലടോ, ഇവിടെ മറ്റാരുമില്ലെന്നല്ലേ പറഞ്ഞത്? സക്കീറിനെ നോക്കി കലിപ്പോടെ പറഞ്ഞുകൊണ്ട് ആദിലൊന്നും മിണ്ടാതെ നിൽക്കുന്ന സുറുമയെ ഒന്ന് തിരിഞ്ഞു നോക്കി നടക്കാനൊരുങ്ങി. ഇയാൾ ദുഷ്ടനാ. വീട്ടിൽ ആരില്ലാത്ത സമയം നോക്കി അനിയൻ്റെ ഭാര്യയെ കീറിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട കാട്ടാളനാ. സുറുമയുടെ ഒച്ച ഉയർന്നതും ആദിൽ സ്തംഭിച്ചു നിന്നു. എടേ നിന്നെ ഞാൻ... സക്കീർ അവളുടെ നേരെ ചീറിയെടുത്തു. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. പകൽമാനിനായി വിലസുന്ന ഇയാളുടെ യഥാർത്ഥ മുഖം നാട്ടുകാരിക്കൊന്ന് കാണട്ടടോ. അയാളോട് ഉണ്ടായിരുന്ന അവസാന തരി ബഹുമാനവും കാറ്റിൽ പറത്തി സുറുമി അലറി. അത് ശരി, അപ്പോൾ അതായിരുന്നല്ലേ കാർന്നോരെ? നിങ്ങളെ മുഖത്തൊരു കള്ള ലക്ഷണം. നാണുണ്ടോടോ തനിക്ക്? അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ചെറുക്കനെ ഇതറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ ഓർത്തു നോക്കിയിട്ടുണ്ടോ? നിന്നെയൊക്കെ അവൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ ചങ്കൊന്ന് പിടച്ചിരുന്നു. ഇവനെയൊക്കെ ഉണ്ടല്ലോ. ആദിൽ സക്കീറിൻ്റെ ഷർട്ടിൻ്റെ കോളിൽ പിടിമുറുക്കി മുരണ്ടു. നീ എന്നെ ഒരു ചുക്കും ചെയ്യൂലടാ. വിടടാ എൻ്റെ കുപ്പായത്തീനെ. സക്കീർ ആദിലിനെ പിടിച്ചു തള്ളിയതും ആദിൽ ശക്തിയോടെ സക്കീറിനെയും പിടിച്ചു തള്ളി. രണ്ടുപേരും പോരിക്കോഴികളെ പോലെ പൊരുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സുറുമി പകപ്പോടെ നിന്നു. എന്താ ഇവിടെ ഒരു ബഹളം? അപ്പുറത്തെ വീട്ടിലെ കാർന്നോർ മതിലിനപ്പുറത്തേക്ക് എത്തി കുത്തി നിന്ന് ചോദിച്ചു. അതിപ്പോൾ ചോദിക്കാനുണ്ടോ ഇക്ക? ഗൾഫുകാരൻ്റെ ഭാര്യയുമായി അവിഹിതം ഉണ്ടാക്കാൻ നടക്കുക ഒരുത്തൻ. മധുരമുള്ളിടത്ത് ഉറുമ്പ് കാണല്ലോ. കുറച്ച് ദിവസമായി അവന് പെണ്ണിൻ്റെ പിറകെ മണപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആളില്ലെന്നറിഞ്ഞിട്ടും വന്നത് തന്നെയാണവൻ. സക്കീർ ഞൊടിനേരം കൊണ്ട് ആദിലിനെ കുറ്റക്കാരനാക്കി. കാർന്നൊരു മൂക്കത്തി വിരൽ വെച്ച് ആദിലിനെ നോക്കി. കണ്ടാൽ എന്തൊരു നല്ല ചെക്കൻ. ഇതായിരുന്നു ഇവൻ്റെ സ്വഭാവം. ഇക്ക, ഈ കാലമാടം പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഞാൻ എൻ്റെ പെങ്ങളെ നിക്കാഹ് വിളിക്കാൻ വന്നപ്പോൾ ഈ ഷെയ്ത്താനെ ഈ പെണ്ണിനെ ഉപദ്രവിക്കായിരുന്നു. സ്വന്തം അനിയൻ്റെ ഭാര്യയെ. എന്നിട്ടിപ്പോൾ കണ്ടുവന്ന് എന്നെ കുറ്റക്കാരനാക്കുന്നു. ശരിയാണല്ലോ, ആദിലിപ്പോൾ ഇവിടെയും വന്ന് പോയതാണല്ലോ. അവൻ നല്ല പയ്യനാ. ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള വിവരവും പക്വതയൊക്കെ അവനുണ്ട്. കാർന്നോരുടെ ഭാര്യ അഭിപ്രായപ്പെട്ടതോടെ സക്കീർ കുഴങ്ങി. പരാജിതനെ പോലെ അവൻ്റെ മുഖമരിപ്പം താഴ്ന്നു. പെങ്ങൾ പേടിക്കണ്ട, നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. അവനെതിരെ ഒരു പരാതി എഴുതിക്കൊടു. ഇവൻ്റെ സൂക്കേട് അവന് തീർത്തോളും. ആദിൽ സുറുമിയോട് പറഞ്ഞു. സക്കീറിൻ്റെ ഉള്ളൊന്ന് കാളി. സുറുമി ആദിലിനെ നന്ദിയോടെ ഒന്ന് നോക്കി. ആദ്യം ഞാൻ മാഹിക്കാനോട് ഇതിനെക്കുറിച്ചൊന്ന് പറയട്ടെ, എന്നിട്ടാവാം കേസ് കൊടുക്കുന്നതൊക്കെ. അദ്ദേഹത്തോട് ഞാനിതുവരെ ഇയാളുടെ ശല്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ, ഞാനും മാഹിറിനെ ഒന്ന് വിളിക്കുന്നുണ്ട്. സക്കീറിനെ നോക്കി ഒരു ഭീഷണിയുടെ ചുവയോടെ പറഞ്ഞവൻ. ഇനി അവൻ്റെ ശല്യമുണ്ടായാലേ എൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതി. നാട്ടിലെ ചെക്കന്മാരെയും കൂട്ടി ഞാനിങ്ങ് വരാം. ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സുറുമി അവനെ നോക്കി തല അനക്കി. പൊടുന്നുടനെ സക്കീർ ഫോണെടുത്തു. ആദിലും സുറുമിയും അടുത്ത് നിൽക്കുന്ന ഫോട്ടോ അവരറിയാതെ മൊബൈലിൽ പകർത്തി. ഔ, കല്യാണം എന്ന് പറഞ്ഞാൽ ഇതാണൊരു കല്യാണം. എന്താ കല്യാണം, ഒന്നൊന്നൊരു കല്യാണം തന്നെ. എന്താ ജോറ്. വന്ന് പർദ്ദ മാറ്റിയിട്ട് ഫാനും ഓൺ ചെയ്ത്
ഹാളിലെ സെറ്റിയിലേക്കിരുന്ന് കല്യാണത്തിൻ്റെ പോരിശ പറയുകയാണ് ആനുമ്മ. സുറുമയെ കേൾപ്പിക്കണം, അതാണ് ഉദ്ദേശം. ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാനും ഒരു മനസ്സുഖം. സുറുമി അവരെ ശ്രദ്ധിക്കാതെ അവളുടെ പണി ചെയ്യുകയാണ്. സുറുമേ, ഞങ്ങൾക്ക് ഓരോ കട്ടനും ഇങ്ങോട്ടെടുത്ത് ബിരിയാണി തിന്നതല്ലേ, വല്ലാത്ത ദാഹം. ആനുമ്മ ഉത്തരവിട്ടു. ഭാര്യയുടെ ശബ്ദം ശ്രവിച്ചു കിടക്കുന്ന മുഹമ്മദുപ്പ അമർഷം കൊണ്ട് കണ്ണുകൾ ഇറുക്കെ ചിമ്മി. ഉമ്മ, നിക്കും ബിരിയാണി വേണം. മുത്തുമോക്ക് കൊതിയാവാനുമ്മ ബിരിയാണി കഴിക്കാൻ. അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന ഹാലമോൾ സുറുമിയോട് അടക്കം പറഞ്ഞു. മോൾക്ക് ഉമ്മ നാളെ ഉണ്ടാക്കി തരാട്ടോ, ഇപ്പം എൻ്റെ മോള് പോയി കളിച്ചോ. സുറുമി ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ കളിക്കാനായി പറഞ്ഞു വിട്ടു. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഗ്ലാസ് ചായക്കുള്ള വെള്ളം വെച്ചു. ചായയിൽ മധുരമിട്ട് ഇളക്കിയവൾ ഹാളിലേക്ക് വന്നപ്പോൾ സീജയും ലബീബായും ഉമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. സുറുമി ചായ ആനുമ്മയുടെ നേർക്ക് നീട്ടി. അവളുടെ ചുവന്നു തിളർത്ത കവിളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയ ആനുമ്മ രൂക്ഷമായൊരു നോട്ടം. അത് ശരി, ഈ ചായ ഉമ്മാക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടല്ലോ, ഞങ്ങൾക്കൊന്നും ഇല്ലേ? സീജ ദേഷ്യത്തോടെ ചോദിച്ചു. സുറുമി അവളെ ഒന്ന് നോക്കി. എന്താടേ ഈ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണേ? ഇനി ഞങ്ങൾക്കുള്ള ചായ കൊണ്ടുവരാൻ എന്നോട് പ്രത്യേകം പറയണോ? ആ, പ്രത്യേകം പറഞ്ഞാലും ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല നാത്തൂനെ. നീ ഉത്തരവിടുന്നതൊക്കെ ഒരുക്കി തരാനേ. എനിക്ക് നീ ശമ്പളമൊന്നും തരുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ? സുറുമി കുറയാൻ ഭാവമില്ലാതെ ചോദിച്ചു. എപ്പോഴും മിണ്ടാതെ കണ്ണു നിറച്ച് കേട്ടു നിൽക്കാറുള്ള അവളുടെ മാറ്റം സീജയെ നെട്ടിച്ചു കളഞ്ഞു. അവൾ ആനുമ്മയുടെ നേർക്ക് കൂർത്തൊരു നോട്ടം നോക്കി. നീ കൊള്ളാലോ പെണ്ണെ, കല്യാണത്തിന് കൊണ്ടുപോകാത്തതിൻ്റെ പോരെടുക്കാണ് നീ എൻ്റെ മോളെ നേർക്ക്. ആനുമ്മയുടെ പരിഹാസം നിറച്ച ചോദിച്ചിന് പുച്ഛം നിറഞ്ഞ ചിരി മാത്രം പകരം നൽകിയവൾ. ആയിരിക്കും ഉമ്മ, കണ്ടില്ലേ ഓളെ നെകളിപ്പ്. നിങ്ങൾ മാഹിറിനോട് ഇപ്പോൾ തന്നെ വിളിച്ചു പറ ഓളെ അടക്കി നിർത്താൻ. ലബീബ സുറുമയെ ദഹിപ്പിക്കും പോലെ നോക്കി പറഞ്ഞു. അത്രയ്ക്ക് വേണോ ഇത്താത്ത? ആ പാവം ഇവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ലല്ലോ, അതിവിടെ സമാധാനത്തോടെ നിന്നോട്ടെ. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നല്ലേ, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. എല്ലാവരോടും കൂടി പറയാം, ഇനി ഞാൻ ആർക്കും സൗജന്യ സേവനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും കയ്യിനും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ടേ അവനവൻ്റെ കാര്യം അവനവൻ തന്നെ ചെയ്യാൻ നോക്ക്. സുറുമി ശൗര്യമൊട്ടും കുറയാതെ പറഞ്ഞു. മേലില്ലെങ്കിൽ പണിയെടുക്കാതെ സുഖിച്ച് വാഴാനാണ് തമ്പുരാട്ടിയുടെ ഉദ്ദേശം ഉണ്ടെങ്കിലേ നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ നിന്നെ വേണ്ട. എൻ്റെ ഇക്കാക്ക് വേറെ പെണ്ണ് കിട്ടാൻ ഒരു പ്രയാസവുമില്ല. സീജയാണ് പറഞ്ഞത്. അത് നാത്തൂനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കാര്യം തീരുമാനിക്കാനേ എനിക്കെൻ്റെ ഭർത്താവുണ്ട്. അദ്ദേഹം പറയും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ നിൻ്റെ കാര്യം നോക്കുന്നതല്ലേ നല്ലത്. കുറേ ദിവസമായല്ലോ നാത്തൂന് ഇവിടെ വന്ന് അട്ടിപ്പേറ് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ മേലെ ഞങ്ങാതെ ഇരുന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ അവിടുന്ന്? സുറുമി ചോദിച്ചതും സീജയുടെ മുഖം വിളറി. ഉമ്മ, നിങ്ങൾ കേട്ടില്ലേ ഓള് പറയുന്നത്? ഞാൻ പോണു. ഇവൾ വായിലിരിക്കുന്ന മുഴുവൻ കേട്ട് നിൽക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. കള്ളക്കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് സീജ എഴുന്നേറ്റു. സുറുമി കൈ പിണച്ചു കിട്ടി അവരെ നോക്കി നിന്നതേയുള്ളൂ. നീ എങ്ങോട്ട് പോവാനേ? ഇത് എൻ്റെ വീടാ. ആനുമ്മ സീജയെ പിടിച്ചു നിർത്തി. ഉമ്മ വിട്ടേ, ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഓള് പറയുന്നത് കേട്ട് നാണം കെട്ട് ഇവിടെ നിൽക്കാനേ എന്നെ കിട്ടൂല. സീജ കണ്ണു തുടച്ചു. നിന്നെ ഞാൻ എങ്ങോട്ടും വിടുന്നില്ല. നീ എൻ്റെ മോളാ. ഇവിടെ നിന്ന് ആരെയാ പറഞ്ഞയക്കണമെന്ന് എനിക്കറിയാം. മകളെ പിടിച്ച് സോഫയിലേക്ക് തന്നെ ഇരുത്തി സുറുമി വന്ന് അമർത്തി നോക്കിക്കൊണ്ട് ആനുമ്മ ഇത് പറയുമ്പോൾ അവരുടെ നാടകമൊക്കെ കണ്ടു നിന്ന സുറുമയ്ക്ക് ചിരിപൊട്ടി. ഈ വല്ല ചിരിക്കല്ലേ. എൻ്റെ ഈ പോക്ക് നാശത്തിലേക്കാണ് സുറുമി. ഉമ്മാനെ പിണക്കി നിനക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉമ്മ ഇന്ന് തന്നെ ഇതൊക്കെ മാഹിറിൻ്റെ കാതിലെത്തിക്കും. പിന്നെ നിന്നെ അവൻ ഒതുക്കിക്കോളും. സുറുമി തല ഉയർത്തി നിൽക്കുന്നത് കണ്ട് ലബീബയ്ക്ക് സഹിക്കുന്നില്ല. ഇത്താത്ത എന്നെ അടക്കി നിർത്താൻ ശ്രമിക്കുന്ന നേരെ അകത്തി കിടക്കുന്ന സ്വന്തം ഭർത്താവിനെ ഒന്ന് അടക്കി ഒതുക്കി നിർത്താൻ നോക്ക്. അല്ലെങ്കിലേ ഇവിടെ കൊണ്ടൊന്നും തീരില്ല. മാന്യനായ നിങ്ങളെ ഭർത്താവേമാനെ ഒരു നോക്ക് കാണാൻ സെൻട്രൽ ജയിൽ വരെ പോവേണ്ടി വരും നിങ്ങൾക്ക്. സുറുമി ലബീബയ്ക്ക് ചൂടുള്ള മറുപടി തന്നെ കൊടുത്തു. ജയിലിലേക്കോ? എന്തിന്? ലബീബയുടെ കണ്ണു മേഞ്ഞു. അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ കാർന്നോരുടെ ഭാര്യ കദീസുമ കയറി വന്നു. നേരത്തെ സംഭവിച്ചതിൻ്റെ ബാക്കി അറിയാനുള്ള ത്വര കൊണ്ടാണിപ്പോഴുള്ള ഈ സന്ദർശനം. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് എത്തിയ ആനയോ? അതും ചോദിച്ചു കൊണ്ടവർ അകത്തേക്ക് കയറി. അവിടെ എന്തോ തർക്കം നടക്കുകയാണെന്ന് അവിടെയുള്ളവരുടെ മുഖഭാവത്തിൽ നിന്നും ആ സ്ത്രീ വായിച്ചെടുത്തു. ഇപ്പം ഇങ്ങ് എത്തിയതേ ഉള്ളൂ. ആനുമ്മ മുഖത്തൊരു ചിരി ഒട്ടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ആനോ, തീയും പടക്കും ഒരിടത്ത് വെച്ചിട്ടാണ് ആനോ നിങ്ങൾ പോയത്?
ഖദീസമ്മ ആക്കിക്കൊണ്ട് കസേരയിലേക്കിരുന്നു. എന്തേ എന്താ നിങ്ങൾ പറഞ്ഞു എന്നേ എനിക്കൊന്നും മനസ്സിലായില്ല. ആനമ്മ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഭർത്താവ് നാട്ടിലില്ലാത്ത പെണ്ണിനെയും ആണൊരുത്തിനെയും തനിച്ചവിടെ നിർത്തിയിട്ട് നിങ്ങൾ കല്യാണത്തിന് പോരെന്തായാലും ശരിയായില്ല. പേരുദോഷം കേൾപ്പിക്കാൻ അത്ര നേരം മതിയല്ലോ. ഇന്നിപ്പോൾ ആ ഓട്ടോക്കാരൻ കണ്ടുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിലേ നിന്റെ ചെക്കൻ നാട്ടിൽ വരും മുമ്പേ നിന്റെ മരുവളൊന്ന് പെറ്റേനെ. ഖദീസുമ്മ രഹസ്യം പറയും പോലെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഖദീസുമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ആനമ്മക്കത് പെട്ടെന്ന് കത്തിയിരുന്നു. സക്കീറിൻ്റെ തനി സ്വഭാവം അവന് നേരിൽ കണ്ടതാണല്ലോ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൻ നന്നായെന്ന് കരുതി. ഇന്നിപ്പോൾ സുറുമയെ കാണാനായിരുന്നോ? കടയിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ കല്യാണ വീട്ടിൽ നിന്ന് വേഗമെന്ന് പോണത്? ആനമ്മയുടെ നെഞ്ചിലൊരു നടുക്കം വന്നുടക്കി. രണ്ടുപേരുടെയും നോട്ടം വാപ്പൊളിച്ച് ന്യൂസ് പിടിക്കാൻ നിൽക്കുന്ന ലബീബയിലേക്കെത്തി. എന്തായാലും അവളും ഒരു പെണ്ണല്ലേ. തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കയറിപ്പിടിച്ചെന്ന് കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെ ഹൃദയം പൊട്ടിപ്പോകും. ആനമ്മ ഖദീസുമ്മയെ നോക്കി പഠിച്ചോനെ ഓർത്ത് വാ തുറക്കല്ലേ എന്ന് പറഞ്ഞ് കഥകളി കാണിക്കുന്നത് ലബീബ വ്യക്തമായി കാണുകയും ചെയ്തയോടെ അവളുടെ ഉള്ളിൽ ചില കുനിഷ്ഠ സംശയങ്ങൾ മുളച്ചു പൊന്തി. സുറുമയെക്കുറിച്ചായിരിക്കും അവർ രഹസ്യം പറയുന്നതെന്ന് ഊഹിച്ചവൾ ബാക്കി കൂടി കേൾക്കാനുള്ള ആകാംക്ഷയും കൂടി. എന്താ ഉമ്മ ഇവർ പറയുന്നത്? ലബീബ ചോദിച്ചതും ആനമ്മ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. സുറുമി അവരെയെല്ലാം നോക്കി അവിടെ തന്നെ നിന്നു. മുൻപായിരുന്നെങ്കിൽ ഇവരെയെല്ലാം കൂടെ ഇരുന്ന് വല്ലയുടെയും കുറ്റവും കുറവും പറയുമ്പോൾ സുറുമി അതിന് ചെവി കൊടുക്കാതെ അടുക്കളയിലേക്ക് പോയിരുന്നു. നിന്റെ ഭർത്താവില്ലേ ഇവിടെ? അവനോട് നീ ചോദിച്ചോക്ക്, അവൻ പറഞ്ഞു തരും. നിങ്ങളെല്ലാം കല്യാണത്തിന് പറഞ്ഞയച്ച് അവനവിടെ എന്തെടുക്കായിരുന്നെന്ന്. ആനമ്മയുടെ കണ്ണുരുട്ടലൊന്നും വകവെക്കാതെ ഖദീസുമ്മ തുറന്നടച്ചോടെ ലബീബയുടെ നെറ്റി തുളിഞ്ഞു. അന്യൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കി വിള്ളൽ വീഴുന്നത് കാണാനും ഒരു രസം. നിങ്ങൾ എന്തൊക്കെ പെണ്ണുമ്പിള്ള ഈ പറയുന്നത്? എൻ്റെ ഭർത്താവ് ഇവിടെ എന്ത് ചെയ്തെന്നാ? ലബീബ ചൊടിച്ചു. എന്ത് ചെയ്തെന്ന് ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അവൻ അനിയൻ്റെ ഭാര്യയുടെ ശരീരം മോഹിച്ച് ആളില്ലാത്ത സമയത്ത് അവളെ കീറിപ്പിടുക്കാൻ ശ്രമിച്ചതിന് ഒരു പരിധിവരെ അവൻ്റെ കെട്ടിയോളായ നീയും കാരണക്കാരിയാണ്. ഖദീസുമ്മ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. ലബീബ സ്തംഭിച്ചു പോയി. കിട്ടിയ പെണ്ണിൽ നിന്നും കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിലേ ആണുങ്ങൾ വേറെ തേടിപ്പോയെന്നൊക്കെ വരും. ഖദീസുമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു. എൻ്റെ പഠിച്ച റബ്ബേ, ഈ സ്ത്രീ എന്തൊക്കെയാ പറയുന്നത്? അതാ നല്ല മനുഷ്യനെക്കുറിച്ച്. എന്തോ അരുതാത്തത് കേട്ട പോലെ ലബീബ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും കണ്ണടിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നൊരു പെണ്ണ്, അവളെ മുതലെടുക്കുന്നൊരു ഭർത്താവും. സുറുമിക്ക് ശരിക്കും അവളോട് സഹതാപമാണ് തോന്നിയത്. ആനമ്മ എന്നും മിണ്ടാതെ നാക്ക് മുറിഞ്ഞതുപോലെ ഇരിക്കുന്നുണ്ട്. നല്ല മനുഷ്യൻ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട നീ. ഖദീസുമ്മ ഞൊടിഞ്ഞു. എൻ്റെ സക്കീർക്ക് ആരുടെ ശരീരം മോഹിച്ച് കൂടെ നടന്നെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഇവളുടെയോ? ലബീബ സുറുമയെ നോക്കിയാണ് ചോദിച്ചത്. അവളുടെ വാക്കുകളിൽ ഒരു കൊട്ട പുച്ഛം പരുത്തിയിരുന്നു. അതെ, അവൻ ഇവളെ ഉപദ്രവിക്കുന്നതേ ആ ഓട്ടോക്കാരൻ ചെറുക്കൻ നേരിട്ട് കണ്ടതാ. ഖദീസുമ്മ നടന്നതെല്ലാം വിശദീകരിച്ചു. സുറുമി ഒരക്ഷരം മിണ്ടാതെ ചോരം ചാരി നിന്നു. അവനല്ലേ കണ്ടത്? ആ ആദിലെ. അവനതും അതിൻ്റെ അപ്പുറവും പറയും. ഇവളുടെ ജാരനാണല്ലോ അവൻ. ഇവിടെ ആളില്ലാത്തത് കൊണ്ട് ഇവൾ വിളിച്ചു വരുത്തിയതാവും അവനെ. എന്നിട്ട് കുറ്റം മുഴുവനും എൻ്റെ ഇക്കാക്കും. ലബീബ എത്ര പെട്ടെന്നാണൊരു കഥ മെനഞ്ഞുണ്ടാക്കിയത്. സുറുമി അവരെ രൂക്ഷമായി നോക്കി. നിനക്ക് എന്തിൻ്റെ സൂക്കേടാടേ? കുടുംബത്തിൽ പിറന്ന ആണുങ്ങളെ കൈയും കലാശം കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ലബീബ സുറുമിയുടെ നേരെ അടുത്തു. എൻ്റെ സക്കീർക്കയെ എനിക്ക് വിശ്വാസമാണ്. ഇവളാണ് ഇവിടെ കഴുപ്പുമൂത്ത് നിൽക്കുന്നത്. ഭർത്താവ് നാട്ടിലില്ലാത്തതിൻ്റെ ഇളക്കമാണ് ഇവൾക്ക്. ഇത്താ നിർത്ത്, മതി. ലബീബ പറഞ്ഞു തീരും മുമ്പേ സുറുമിയുടെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും ഒരുപോലെ അവളെ നോക്കി. ഇനി എന്നെക്കുറിച്ച് ഇതുപോലെ വൃത്തികേട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, കുറേ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. സുറുമി പല്ലിറമ്മിക്കൊണ്ട് പറഞ്ഞു. അഗ്നി ചിരിയുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും ലബീബ ഒരു ചുവട് പിന്നിലേക്ക് വച്ചിരുന്നു. ഭർത്താവിനെ വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതും അമിതമാവരുത്. ശരിക്കും നിങ്ങളുടെ സ്നേഹത്തെയും അമിതവിശ്വാസത്തെയും അയാൾ ചൂഷണം ചെയ്യുകയാണ്. അയാൾ എന്നോട് പറയുന്ന വൃത്തികേടുകൾ ഞാൻ നിങ്ങളോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളും എന്നെപ്പോലൊരു പെണ്ണായതുകൊണ്ട്, അത് ഒരു ഭാര്യയായതുകൊണ്ട്, നിങ്ങളെ കുടുംബം തകരുന്നത് കണ്ട് നിൽക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട്. നിങ്ങളെ ഞാൻ ഇത്താത്ത എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ എൻ്റെ സഹോദരിയായി കണ്ടതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് നോമല്ലോ എന്ന് കരുതിയാണ് ഇത്രയും ദിവസം ഞാനൊന്നും തുറന്നു പറയാതെ ഇരുന്നത്. ഇനിയിപ്പോൾ എല്ലാം മറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയാം. ഖദീസുമ്മ പറഞ്ഞതെല്ലാം സത്യമാണ്. നിങ്ങളെ ഭർത്താവെന്ന മഹാൻ
എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. ഇരുട്ടിൻ്റെ മറവിൽ എൻ്റെ മുറിവാതിൽക്കിൽ വന്ന് തട്ടി വിളിക്കുന്നത് മാത്രമല്ല, ആരും അടുത്തില്ലാത്ത സമയം തട്ടാനും മുട്ടാനും തരം കിട്ടിയാൽ കീറി പിടിക്കാനും നടക്കുകയാണോ പകൽമാനെ? അയാൾ എന്നെ അവിഹിതത്തിനെ നിർബന്ധിക്കുന്നു. പറയും പോലെ ചെയ്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി കളയുന്നു. ഇനി ഞാൻ പറയുന്നതിനൊക്കെ നിങ്ങൾക്ക് തെളിവ് വേണമെന്നാണെങ്കിൽ ദൃക്സാക്ഷിയായി ഇതേ നിൽക്കുന്നു അയാളുടെ ഉമ്മ. ചോദിച്ചു നോക്ക്, അവർക്കെല്ലാം അറിയാം. സുറുമി ആനുമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടിയതും ആനുമ്മയൊന്ന് പതറി. ലബീബ അവരെ തുറച്ചു നോക്കി. തൊട്ടടുത്ത നിമിഷം തന്നെ ആ സ്ത്രീ സുറുമിക്കെതിരെ തിരിഞ്ഞിരുന്നു. നുണച്ചി, എന്തൊക്കെ നുണകളാണ് പറഞ്ഞുണ്ടാക്കുന്നത്? നീ ഈ കുടുംബം മുടിക്കാനായി ഇറങ്ങി തിരിച്ചതാണടി നശൂലം പിടിച്ചവളെ. ലബീബ, നീ ഇതൊന്നും വിശ്വസിക്കേണ്ട മോളെ. ഈ പെണ്ണിന് ഭ്രാന്ത. ഞാനൊന്നും കണ്ടിട്ടില്ല. ആനുമ്മ ലബീബയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. സുറുമി വകപ്പോടെ ആ സ്ത്രീയെ നോക്കി. പിന്നെ അവളൊന്ന് ചിരിച്ചു. ഈ സ്ത്രീ നന്നാവത്തില്ല. പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ സുറുമി അകത്തേക്ക് പോയി. ഇനി നിങ്ങളെന്ത് പൂരം കാണാൻ നിൽക്കാൻ തള്ളേ ഇവിടെ? നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ? വെറുതെ ഇല്ലാത്തത് ഓരോന്നും പറഞ്ഞ് കയറി വന്നോളും എൻ്റെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ട്. ഇനി മേലാൽ നിങ്ങൾ എൻ്റെ മുറ്റത്ത് കണ്ടുപോരുത്. ആനുമ്മയുടെ ആട്ട് കേട്ടതും ഖദീസുമ്മ വന്ന വഴി ഇറങ്ങിപ്പോയിരുന്നു. അവർക്കിനി ഈ വിശേഷം അയലത്തെ വീടുകളിലൊക്കെ ചൂടോടെ എത്തിക്കണമല്ലോ. സുറുമി മാഹിർ വിളിക്കാൻ വേണ്ടി കാത്തിരുന്നു. ഇന്ന് തന്നെ ആ ഒരുവനോട് തുറന്നു പറയണം. ആൾക്ക് എന്നെ മനസ്സിലാവൂ. ബാബി, ബാബി എന്ന മറുപടി ഒന്നും പറയാത്തേ? ബാബിക്ക് എന്നോട് അല്പം പോലും സ്നേഹമില്ലേ? മുഖം താഴ്ത്തി നിൽക്കുന്ന നീലയുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തി സുൽത്താന. ഞാൻ കരുതി ഇവിടെ മറ്റേതേക്കാളും ബാബിക്ക് എന്നെ മനസ്സിലാവുമെന്ന്. എല്ലാം വെറും തോന്നലാ. ആർക്കും എന്നെ ഇഷ്ടമല്ല. എല്ലാവർക്കും ഞാനൊരു ഭാരമാണ്. അതുകൊണ്ടല്ലേ ബാബ എന്നെ ഇവിടെ നിന്നും പറഞ്ഞേക്കാൻ ധൃതി കാണിക്കുന്നത്? ആരും എൻ്റെ മനസ്സ് കാണുന്നില്ലല്ലോ. അന്ന് അമീറിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചപ്പോൾ എല്ലാവരും എതിർത്തു. എന്നിട്ട് എന്തായി? അവനെയും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനൊരു ഭ്രാന്തിയായി. എൻ്റെ ഈ ഒരു ആഗ്രഹത്തിനെങ്കിലും ബാബിക്ക് എൻ്റെ കൂടെ നിന്നൂടെ? സുൽത്താന നെയ്ലയുടെ നേരെ ചോദ്യം തൊടുത്തുവിട്ടുകൊണ്ട് കണ്ണു തുടച്ചു. നെയ്ലയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ല. ഒരു ഭാര്യയും കുഞ്ഞുമുള്ള മാഹിറിനെയാണ് അവൾ ആവശ്യപ്പെടുന്നത്. അവനോടൊപ്പം ഒരു യാത്ര, അതാണ് അവൾക്ക് വേണ്ടത്. ഈ ഒരു ജന്മം മുഴുവനും അവനെ സുൽത്താനയുടേതാക്കി മാറ്റാൻ കുരുക്കിട്ട് വെക്കാൻ വേണ്ടിയൊരു രാത്രി. അതിന് കൂട്ടി നിൽക്കാൻ തനിക്കെങ്ങനെ കഴിയും? ഒരു പെണ്ണിൻ്റെ പാതി ജീവനെ പറിച്ചെടുത്ത് മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നതോളം മഹാപാപം വേറെയുണ്ടോ? അവൻ്റെ പെണ്ണിൻ്റെ ഹൃദയം പൊട്ടിയൊഴുകുന്ന കണ്ണുനീരിൻ്റെ കടം തീർക്കാൻ തന്നെക്കൊണ്ടാവുമോ? നെയ്ലയുടെ നെഞ്ചു പതച്ചു. എന്നെ സഹിക്കാൻ ബാബിക്ക് കഴിയില്ലല്ലേ? ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. എൻ്റെ മരണം കാണാനല്ലേ ബാബിയും ആഗ്രഹിക്കുന്നത്? സുൽത്താനയുടെ ചോദ്യം കേട്ടതും നെയ്ല വലതു കൈ ഉയർത്തി അവളുടെ ചുണ്ടിനു മീതെ അമർത്തി വെച്ചു. അരുതെന്ന് തല അനക്കിയിരുന്നു. അവളുടെ ആ ചോദ്യം നെയ്ലയുടെ ഉള്ളുലച്ചു. ആ ചോദ്യത്തിൽ നെയ്ല വീഴുമെന്ന് കൗശലക്കാരിയായ സുൽത്താനയ്ക്കും അറിയാം. അവൾ ഗൂഢമായ ചിരിയോടെ നെയ്ലയുടെ ഭാവങ്ങൾ കൺകോണിലൂടെ ഒപ്പിയെടുത്തു. എനിക്ക് ജീവിതം മടുത്തുപോയി ബാബി. നാളെ പുലരുമ്പോൾ ചിലപ്പോൾ ഞാൻ. ബാക്കി പറയാതെ അവൾ അവസാനിപ്പിച്ചതും നെയ്ലയ്ക്ക് ഭയം നിറഞ്ഞു. ഒരു ഗർത്തത്തിലേക്ക് താൻ വന്ന് പതിച്ചതുപോലെയാണ് തോന്നിയത്. അവൾക്ക് അത്രയും ഇഷ്ടമാണ് സുൽത്താനയെ. അവളുടെ ഉമ്മയാവാനുള്ള പ്രായമൊന്നുമില്ലെങ്കിലും നെയ്ലയ്ക്ക് സുൽത്താന പൊന്നുമകൾ തന്നെയാണ്. അരുത്, അങ്ങനെയൊന്നും പറയരുത് മോളെ. നിന്നെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ രാജകുമാരിയല്ലേ നീ? നെയ്ല അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നീ പറയും പോലെ ഞാൻ ചെയ്തോളാം. നിന്റെ സന്തോഷം തന്നെയാണ് മറ്റെന്തിനേക്കാളും എനിക്ക് വലുത്. സുൽത്താനയോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം കൊണ്ട് നെയ്ല മാഹിറിൻ്റെ ഭാര്യയുടെ വേദനയെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട് ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. ഒരു കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കാൻ അവൾ മനസ്സുകൊണ്ട് ഒരുങ്ങി. നെയ്ല സമ്മതം അറിയിച്ചതും സുൽത്താനയുടെ മുഖത്ത് പൂനിലാവ് ഉദിച്ചതുപോലെ തെളിച്ചം വെച്ചു. അത്രയ്ക്കും സന്തോഷം. അവൾ നെയ്ലയുടെ മുഖം കയ്യിലെടുത്ത് മുഖം മുഴുവനും ഉമ്മ വെച്ചു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.